ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ബാങ്കിങ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. അതിൽ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്താണ്, അതിൻ്റെ സിനാരിയോ എന്തായിരുന്നു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൽ പറഞ്ഞിട്ടുള്ള 4-5 ഡെഫിനേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ പറ്റി നോക്കിയത്. ഇനി അതിൽ നമ്മളൊരു സ്ലൈഡ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് നമ്മൾ അതിൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള സ്ലൈഡ്, ഓർ അതർവൈസ് നോൺ ആസ് ഫീച്ചേഴ്സ് ഓഫ് BRA ആക്ട് 1949. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു 1 hour അത് എടുക്കാനുണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നതിനെ പറയും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം ഒരു 11 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 11 പ്രിൻസിപ്പൽ പ്രൊവിഷൻസ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 11 ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ്, നോൺ ബാങ്കിങ് അസറ്റ്സ്, മാനേജ്മെൻറ്റ്, മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, payment of commission, brokerage, etc., reserve fund or statutory reserve, cash reserves, liquidity norms, restrictions on loans and advances, accounts and audit. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും ഫീൽഡിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാനുണ്ട്. കാരണം ഈ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ കം അക്രോസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ആ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ അതൊരു കട്ടായി പോവില്ല. ഇപ്പോഴേ പറഞ്ഞാൽ അത് ഫ്ലോയിൽ പോകുന്നുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്ന ടേമാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഈ എഴുതിയത് വായിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഒരു ബാങ്കിന് അതിൻ്റെ സ്വന്തമായിട്ടുള്ള അസറ്റ് അല്ല, പക്ഷെ എന്തെങ്കിലും കാരണവശാൽ അതിന് കിട്ടിയിട്ടുള്ള അതിൻ്റെ കൈവശം ഇരിക്കുന്ന എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയാം. അതായത് ബാങ്കിങ് ആക്ടിവിറ്റീസിന് ആ അസറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷെ ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന അസറ്റുമല്ല, എന്നാൽ ബാങ്കിന് എവിടുന്നോ കിട്ടിയിട്ടുള്ള അസറ്റാണ് ഈ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുന്ന അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജപ്തി ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. ഈ ജപ്തി ചെയ്ത് ബാങ്കിന് കിട്ടുന്ന അസറ്റിനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയാം. അതായത് ആരെങ്കിലും ഒരാൾ ചെന്ന് ഒരു ലോൺ വേണമെന്ന് പറഞ്ഞു, ആ ലോണിന് വേണ്ടിയിട്ട് അയാൾ കൊളാട്രൽ സെക്യൂരിറ്റി ലോണിൽ സബ്മിറ്റ് ചെയ്തു. എന്തോ കാരണവശാൽ ആ ലോൺ അയാൾക്ക് റീപേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൊളാട്രൽ സെക്യൂരിറ്റിയും പുറമെ അതിനെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ബാങ്കിന് അയാൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് ജപ്തിയായിട്ട് എടുക്കുകയോ ചെയ്ത അസറ്റ്സിനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുക. ബാങ്കിൻ്റെ അസറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബാങ്കിൻ്റെ അസറ്റ് അല്ല. ബാങ്കിന് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബാങ്കിങ് ആക്ടിവിറ്റീസിന് ആ അസറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാങ്കിൻ്റെ കൈവശമുള്ള അസറ്റാണ് നോൺ ബാങ്കിങ് അസറ്റ്. സിംപ്ലി നമ്മൾ ജപ്തി ചെയ്ത് ബാങ്കിൻ്റെ കയ്യിൽ കിട്ടുന്ന അസറ്റിനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കാം. അതായത് നോൺ ബാങ്കിങ് അസറ്റ്സ് ആർ ദോസ് acquired by banks in settlement of their debts. When a borrower expresses inability to repay the loan in cash and instead offers to the bank an assets including assets given as collateral security like property to the bank to purchase, and such assets when purchased by the banks are called as non-banking asset. കിട്ടിയെന്ന് വിചാരിക്കണം. അതായത് ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോണിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ആൾ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുത്തു. എന്തോ കാരണവശാൽ അയാൾക്ക് അത് തിരിച്ചടയ്ക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ബാങ്കുകാർ കൊളാട്രൽ സെക്യൂരിറ്റി വെച്ചതും അതിൽ കൂടുതലും അയാൾക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അയാളുടെ പ്രോപ്പർട്ടിയും ജപ്തി ചെയ്തെടുത്തു. അങ്ങനെ ജപ്തി ചെയ്ത് ബാങ്കിൻ്റെ കൈവശമുള്ള അത്തരം അസറ്റ്സുകളെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുക. അത് ബാങ്കിൻ്റെ അസറ്റ് അല്ല,
ബാങ്കിന് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള അസറ്റുമല്ല, പക്ഷെ എങ്ങനെയോ ബാങ്കിൻ്റെ കയ്യിൽ വന്നു പെട്ടിട്ടുള്ള അസറ്റുകളാണ്. അതിനാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുക. ഓക്കെ, യെസ്. അടുത്ത ടേമാണ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. നമ്മളിത് ഫസ്റ്റ് സെമ്മിൽ ഒരിക്കൽ പറഞ്ഞു പോയതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാണ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5 ടൈപ്സ് ഓഫ് ക്യാപിറ്റൽസ് ആണുള്ളത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഒരു കമ്പനി വായിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് കേൾക്കാം. ഒരു കമ്പനിയായിട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട്, അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് അതിന് എത്രത്തോളം ക്യാപിറ്റൽ വേണോ ആ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അതായത് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള, ആ കമ്പനിക്ക് ആവശ്യമുള്ള ഈ ക്യാപിറ്റലാണ് നമ്മുടെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ക്യാപിറ്റൽ. അതിനാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. കിട്ടിയെന്ന് വിചാരിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ വരിക, അല്ലെങ്കിൽ സിംഗിളായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. യെസ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിന് ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മാക്സിമം എത്ര ക്യാപിറ്റൽ വേണോ അത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കുക എന്ന് പറഞ്ഞു ആണല്ലോ. അപ്പോൾ എത്ര ഭാഗമാണോ നമ്മൾ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് എത്ര ക്യാപിറ്റലാണോ നമ്മൾ ഇറക്കിയിട്ടുള്ളത്, ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് എത്രത്തോളം ക്യാപിറ്റൽ പബ്ലിക്കിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തോ അത്രത്തോളമാണ് നമ്മുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ 50,000 നമ്മുടെ കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ 50,000 നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി 50,000 കൂടിയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 50,000-നെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഓഫേർഡ് ഓർ ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓർ ഫോർ റിസീവിങ്. അതായത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യുക, റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ എത്രത്തോളം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു, മേടിച്ചു, റിസീവ് ചെയ്തു എന്നുള്ളതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അതാണ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. ഇനി ദിസ് റെപ്രസെൻറ്റ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു 100 rupees-ൻ്റെ ഒരു 100 ഷെയർസ് 10 rupees വെച്ച് 1000 ഷെയർസ് ആണ്, അല്ലെങ്കിൽ 1000 ആണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. 100 നമ്പർ ഓഫ് ഷെയർസ് 10 rupees വെച്ച് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 100 × 10 1000 ആണ് എന്നുള്ള ആ ഷെയർ വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫേസ് വാല്യൂവിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതിൽ നിന്ന് നമ്മൾ എത്രയാണോ പബ്ലിക് ഇഷ്യൂ ചെയ്തത് അതിനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും, എത്രയാണോ നമ്മുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ അതിൽ എത്രയാണോ നമ്മുടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് അതിനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നും പറയും. അപ്പം നമ്മുടെ ആഗ്രഹമാണ് ഒരു 50,000 കൂടി പബ്ലിക്കിൽ നിന്ന് കിട്ടണമെന്ന്. നമ്മൾ 50,000 ഇഷ്യൂ ചെയ്തു, പക്ഷേ ഈ 50,000 വിറ്റ് പോകണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആവണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 40,000 ആയിരിക്കാം, ചിലപ്പോൾ 30,000 ആയിരിക്കാം, ചിലപ്പോൾ 10,000 ആയിരിക്കാം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പാർട്ടിനെ മാത്രമാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അതാണ് നമ്മുടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് എന്നും പറയുന്നത്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷെയറിന് 10 രൂപ, ഒരു ഷെയറിന് 100 രൂപ എന്ന് പറയുന്നതാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഷെയറിൻ്റെ വാല്യൂ, ഇപ്പോൾ നമ്മൾ പെന്ന് വാങ്ങണി, പെന്നിന് 5 രൂപ എന്ന് പറയുന്നതാണ് പെന്നിൻ്റെ ഫേസ് വാല്യൂ. അതുപോലെ ഒരു ഷെയറിന് ഒരു 10 rupees ആണ്, അല്ലെങ്കിൽ ഒരു 100 rupees ആണെന്ന് പറയുന്നതാണ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ. കിട്ടിയല്ലോ? യെസ്. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ പബ്ലിക്കിന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. ഈ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും 3 കോളേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഈ 3 കോളിലായിട്ടായിരിക്കും ഈ ക്യാപിറ്റലിൻ്റെ ഈ ഷെയറിൻ്റെ കാശ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റാൾമെൻ്റ് എന്നൊക്കെ പറയണ പോലെ, ഈ ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള ടേം നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കോൾ ചെയ്തെടുക്കുക എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇപ്പോൾ 100 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളിൽ ഒരു 30 റുപ്പീസ്, സെക്കൻഡ് കോളിൽ ഒരു 40 റുപ്പീസ്, പിന്നെ വീണ്ടും തേർഡ് കോളിൽ ഒരു 30 റുപ്പീസ്, അങ്ങനെ 100 രൂപ അടച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുക. അപ്പം അങ്ങനെ ഓരോ കോളിലും അടയ്ക്കുന്ന ആ ഒരു ക്യാപിറ്റൽ, അങ്ങനെ ഫൈനൽ കോൾ കഴിയുന്നതോട് കൂടിയിട്ട് എത്ര ക്യാപിറ്റലാണോ നമുക്ക് കോൾ ചെയ്ത് കിട്ടിയത് അതിനാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ചില ആൾക്കാർ ഒരു ആവേശത്തിൽ കയറിയിട്ട് ആദ്യം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ എന്താ പറയുക, ടൈം പോകുന്തോറും ഇപ്പോൾ പെട്ടെന്ന് ഒരു 30 റുപ്പീസ് അടയ്ക്കുക, ഒരു 50 റുപ്പീസ് അടയ്ക്കുക, ഒരു 10 റുപ്പീസൊക്കെ അടയ്ക്കുക, അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ ഒരു കണ്ടീഷനോ ആളുടെ ഒരു മൂഡോ അനുസരിച്ച് വേണ്ട എന്തിനാ ഈ പണിക്ക് പോകണത് എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഫസ്റ്റ് കോളിൽ ഈ പരിപാടി നിർത്തും, ചില ആൾക്കാർ സെക്കൻഡ് കോളിൽ നിർത്തും, ചില ആൾക്കാർ ഫൈനൽ ആകുമ്പോഴേക്കും ഈ ഷെയർ വേണ്ടെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എത്രത്തോളം കോള് നടന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. എത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ കോൾഡ് അപ്പ് ചെയ്തു, ഫസ്റ്റ് കോൾ കഴിഞ്ഞപ്പോൾ എത്രത്തോളം കിട്ടി, സെക്കൻഡ് കോൾ കഴിഞ്ഞപ്പോൾ എത്രത്തോളം കിട്ടി, തേർഡ് കോൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തേർഡ് ഓർ ഫൈനൽ കോൾ കഴിഞ്ഞപ്പോൾ എത്രത്തോളം കിട്ടി, അതിനാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് വിച്ച് ഇസ് ഓൾറെഡി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഈ പറഞ്ഞ പോലെ എത്ര പേര് പേ ചെയ്തു, ഇപ്പോൾ ഒരു 70 പീപ്പിളാണ് നമുക്ക് വന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കോൾഡ് അപ്പ് വരെ നമ്മുടെ കയ്യിൽ 70 ഉണ്ടായിരുന്നു. പക്ഷേ ഈ 70 പീപ്പിളും നമുക്ക് അടയ്ക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു 50 പീപ്പിളൊക്കെ ചിലപ്പോൾ ഈ കാശ് മുഴുവൻ ഫൈനൽ കോൾ വരാകുമ്പോഴേക്കും അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ഈ പേ ചെയ്ത ക്യാപിറ്റൽ എത്രയാണോ അതിനാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. എല്ലാവരും കൂടി അടച്ച് അവസാനം നമ്മുടെ കയ്യിൽ ഇപ്പം എത്ര ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, പബ്ലിക് പേ ചെയ്ത ക്യാപിറ്റൽ, അല്ലെങ്കിൽ പബ്ലിക്കാൽ നമുക്ക് പേ ചെയ്യപ്പെട്ട് കിട്ടിയ ക്യാപിറ്റൽ, അതിനാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നമ്മുടെ സബ്ജക്റ്റിലില്ല. ചിലപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും, ചിലപ്പോൾ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉണ്ട്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. പക്ഷെ ഇനി കഴിയുന്തോറും ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇൻകംപാക്റ്റബിലിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായി, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനാണ് നമ്മൾ, മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിലത്തെ എത്ര ഭാഗം നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു, അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ബാക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ വെച്ച് എത്ര എണ്ണം സബ്സ്ക്രൈബ് ചെയ്തു, അതിന് സബ്സ്ക്രിപ്ഷൻ കിട്ടി, അതിനാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അതാണ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനല്ല ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ് നമ്മുടെ ഫേസ് വാല്യൂ റെപ്രസെന്റ് ചെയ്യണത്, നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ റെപ്രസെന്റ് ചെയ്യണത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ എത്ര പോർഷൻ കോൾ ചെയ്തു, അല്ലെങ്കിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ടു പേ ഓൺ ഷെയർസ് അലോട്ടഡ് ടു ദം, അവർക്ക് എത്രത്തോളം അവർ അടച്ചു തീർക്കാനുണ്ട്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് ആൻഡ് ഫൈനൽ കോളിലൂടെ എത്ര അവർ അടച്ചു തീർക്കാനുണ്ട്, ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഓൾറെഡി ഓർ ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടുണ്ട് അതിനാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ ഏതാണ്ടൊരു ബേസ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ടേംസ് ആണ്, അത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിക്കും. ഇപ്പോൾ ഏതാണ്ടൊരു ചെറിയൊരു ഇൻട്രോ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലോ സെപ്പറേറ്റ് ആയിട്ടോ വരാം. ഓക്കെ, അപ്പോൾ ഈ 2 ടേംസ് ആണ് നമ്മൾ പഠിക്കാണ്ടായിരുന്നത്. ആ 2 ടേംസ് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ശരിക്കും നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാനുള്ളത്, അതായത് പ്രിൻസിപ്പൽ പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ്. ഇതിൽ സെക്ഷൻസ് മറക്കരുത്. സെക്ഷൻ 8 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ബാങ്കിങ് കമ്പനിയും ഗുഡ്സ്
ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ബാർട്ടർ ചെയ്യാനോ പാടില്ല. ഡയറക്റ്റ് ആയിട്ടും പാടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടും പാടില്ല. No banking company can directly or indirectly deal in buying or selling or bartering of goods. ഗുഡ്സ് വാങ്ങുകയോ വിൽക്കുകയോ ബാർട്ടർ ചെയ്യുകയോ അതായത് എക്സ്ചേഞ്ച് ചെയ്യാനോ ബാങ്കുകൾ പാടില്ല. അതേസമയം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിലൂടെ വരുന്ന ബൈയിങ്ങും സെല്ലിങ്ങും ബാർട്ടറും നമുക്ക് നടത്താം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെല്ലറും ബയ്യറും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക കടപ്പത്രം, അതായത് ഡെപ്റ്റ് സെക്യൂരിറ്റി കാണിക്കുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് സെല്ലറിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്കായിട്ട് പോയിട്ട് അത് ബാങ്കിന് കൊടുത്തിട്ട് ബാങ്ക് അതിൻ്റെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ട്രാൻസാക്ഷൻ, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ട് ബാങ്കിൽ കൊടുത്താൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ വേണമെങ്കിൽ ബാങ്കിന് കൊടുക്കാം, വേണമെങ്കിൽ നല്ല ബാങ്ക് കൊടുക്കും. പിന്നെ ബാങ്കാണ് ആ ബയ്യറിൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ചെടുക്കുക. അങ്ങനത്തെ ബൈയിങ്ങും സെല്ലിങ്ങും, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ടുള്ള ബൈയിങ്ങും സെല്ലിങ്ങും നമുക്ക് വേണമെങ്കിൽ നടത്താം. അല്ലാതെ ഗുഡ്സ് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒരു ബാങ്കുകളും പാടില്ല എന്നുള്ളതാണ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിങ്ങിലൂടെ പറയുന്നത്. സിമ്പിൾ കാര്യം, നോ ബാങ്ക്സ് ക്യാൻ directly or indirectly deal in buying or selling or exchange of goods unless it is through bills of exchange. കിട്ടിയല്ലോ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കളക്ട് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും അതിലൂടെ വരുന്ന ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അല്ലാതെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗുഡ്സ് ബൈയിങ്ങും സെല്ലിങ്ങും പാടില്ല. അതാണ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന ആ പോയിന്റിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റാണ്, ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇനി നമ്മുടെ ആള് നോൺ ബാങ്കിങ് അസറ്റ്. നോൺ ബാങ്കിങ് അസറ്റ് സെക്ഷൻ 9 പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാങ്കിങ് കമ്പനി cannot hold any immovable property howsoever acquired except for its own use for any period exceeding 7 years from the date of acquisition thereof. The company is permitted within the period of 7 years the deal or trade in any such property for facilitating its disposal. Of course, the RBI may, in the interest of depositors, extend the period of 7 years by any period not exceeding 5 years. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു നോൺ ബാങ്കിങ് അസറ്റ് ജപ്തി ചെയ്ത് കിട്ടുന്ന അസറ്റ് ആണെന്നുള്ളത്. ഇത് സെക്ഷൻ 9 ആണ് ഇത് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ബാങ്കിങ് കമ്പനിയും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും, അതായത് ഇങ്ങനെ ജപ്തി ചെയ്ത് കിട്ടിയ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും 7 ഇയേഴ്സിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, 7 ഇയേഴ്സിന് മുന്നേ തന്നെ അത് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്, നിങ്ങളെല്ലാവരും രാവണപ്രഭു എന്നുള്ള സിനിമ കണ്ടിട്ടുള്ളതായിരിക്കും. അതിൽ നിങ്ങൾക്കറിയാം, ലേലം വിളിച്ചിട്ട് മോഹൻലാൽ ലേലം എത്ര വേണമെങ്കിലും കൂട്ടിയെടുത്തോളൂ, കുറച്ചെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ വിചാരിക്കണം. അതിൽ ഈ ലേലം വിളിച്ചിട്ട് മംഗലശ്ശേരി എന്ന് പറഞ്ഞ ആളുടെ സ്വന്തം വീട് മറ്റേ വില്ലൻ എടുക്കുന്ന ആ ഒരു സീക്വൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് അങ്ങനെ ജപ്തി ചെയ്ത് ബാങ്കിന് കിട്ടിയിട്ടുള്ള ആ സംഭവം 7 ഇയേഴ്സിനുള്ളിൽ ലേലം വെച്ച് വിറ്റ് കളയണം, ഡിസ്പോസ് ചെയ്ത് കളയണം. 1 സെക്കൻഡ്. ഡിസ്പോസ് ചെയ്ത് കളയണം, അല്ലാതെ അത് ബാങ്ക് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ജപ്തി ചെയ്ത് കിട്ടിയിട്ടുള്ള നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അസറ്റ്സ് ഒരു ബാങ്കും 7 ഇയേഴ്സിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല. 7 ഇയേഴ്സിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും അത് ബാങ്ക് ഡിസ്പോസൽ ചെയ്യണം, അതായത് ലേലം വിളിച്ച് കളയണം എന്ന്. ഇനി എന്തെങ്കിലും ചില ഇൻട്രസ്റ്റ് കൊണ്ട് RBIക്ക് വേണമെങ്കിൽ ആ ഒരു 7 ഇയേഴ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് കൂട്ടിക്കൊടുക്കാം. അത് പക്ഷെ ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണത് 5 ഇയേഴ്സിലോട്ട് കൂടാനോട്ട് പാടില്ല. കിട്ടിയല്ലോ. അപ്പൊ അതാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. യെസ്.